ജ്യോതി മൽഹോത്ര എന്ന ചാരസുന്ദരി. കൂടുതൽ വിവരണങ്ങളൊന്നും ഇനിയിപ്പോ വേണ്ട, കാരണം ആളുകൾക്ക് മുഴുവൻ അറിയാം ആ ചാരസുന്ദരിയെ കുറിച്ച്. ഇപ്പോ ചാരസുന്ദരിയുടെ ഒരു ഡയറി കണ്ട് പോലീസ് തന്നെ ഞെട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ ഞെട്ടാനുള്ളത്? ഞെട്ടാൻ ഒരുപാടുണ്ട്. കാരണം പാകിസ്ഥാനെ കുറിച്ചുള്ള വർണ്ണനകളാണ് അതിൽ മുഴുവൻ. അപ്പോൾ പോലീസ് ഇതിൽ നിന്ന് പ്രാഥമികമായി കിട്ടുന്ന ഒരു അനുമാനം, ഇവർ ട്രാവൽ വ്ളോഗറാണല്ലോ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം വെറും വീഡിയോ ചിത്രീകരിക്കൽ മാത്രമല്ല, ഒരു പ്രോ പാകിസ്ഥാൻ നരേറ്റീവ്, അതായത് നമുക്ക് പാകിസ്ഥാനെ കുറിച്ച് നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു 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 പിക്ചർ ഉണ്ടല്ലോ, അതിനെ പൊളിച്ചെടുക്കുക. നമ്മളുടെ ധാരണകൾ ഇങ്ങനെയല്ല, ഇത് മറ്റൊരു തരത്തിലാണ്, പാകിസ്ഥാൻ എന്തോ ഒരു സ്വപ്ന സദൃശ്യമായ എന്തോ ഒരു സ്ഥലമാണ് എന്ന തരത്തിലുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമങ്ങളാണ് ഇവർ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞേക്കുന്നത്. അവരുടെ ഡയറിയിലെ ചില വരികൾ ഞാനിവിടെ പറയാം. ദിസ് ജേർണി ഫ്രം പാകിസ്ഥാൻ വാസ് ഫുൾ ഓഫ് ലവ്. വി ഗോട്ട് ലോട്ട് ഓഫ് ലവ് ഫ്രം സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫീൽഡ്. അതായത് പാകിസ്ഥാനിലുള്ള സന്ദർശനത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടി. അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് മാത്രമല്ല, നാട്ടുകാരുടെ ഇടയിൽ നിന്നും കിട്ടി എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവർ പാകിസ്ഥാൻ സർക്കാരിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിലുള്ളവർക്ക് പാകിസ്ഥാനിലേക്ക് സൗജന്യമായി വരാനായിട്ടുള്ള, അതായത് ഇപ്പോൾ വിസ നിയന്ത്രണങ്ങൾ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എടുത്ത് മാറ്റാനായിട്ട് ഉള്ള നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്ക് ഇവിടെ സുരക്ഷിതമാണ് എന്ന തരത്തിലുള്ളൊരു ബോധം ഉണ്ടാക്കാനായിട്ട് പാകിസ്ഥാൻ സർക്കാർ ശ്രമിക്കണം. 1947 പോലെ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തിന് മുൻപ് രണ്ട് കൂട്ടരും ഒരേപോലെ എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത്, അതേപോലെ പഴയ കുടുംബാംഗങ്ങളെ കാണാനായിട്ട് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരെ അനുവദിക്കണം എന്ന തരത്തിലുള്ള വലിയ വലിയ ലേഖനങ്ങൾ, അത് ചിലതൊക്കെ അത് മിസ്ലീഡിംഗ് ആണോ എന്നുകൂടി സംശയമുണ്ട്. എന്നാലും പാകിസ്ഥാൻ അനുകൂല പ്രണയലേഖനമാണ് ആ ഡയറിയിൽ മുഴുവൻ. പക്ഷേ ഗുരുതരമായ സംഗതി എന്തെന്നാൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം, ഇവർ ഈ ട്രാവൽ വ്ളോഗർ എന്ന ആ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇവർ ഓരോ പ്രദേശങ്ങളും സഞ്ചരിക്കുന്നത് കൃത്യമായ പദ്ധതികളോടുകൂടിയാണ്. അതായത് ഒരു സ്ഥലം സന്ദർശിക്കുക, അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അത് ചിത്രീകരിക്കുക എന്നതിനപ്പുറം അതിൻ്റെ മറ്റ് സാധ്യതകൾ പുറം ലോകത്തെ അറിയിക്കുക എന്ന് കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഗതിയായിട്ടാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഇവർ കേരളത്തിലടക്കം സന്ദർശനം നടത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ കേരളത്തിൽ സന്ദർശനം നടത്തിയ കൂട്ടത്തിൽ ഇവർ കൊച്ചിയിലെ നമ്മുടെ ഷിപ്പ് യാർഡും കൊച്ചി മെട്രോയും അടക്കമുള്ളവയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം എത്രത്തോളം എന്ന് മനസ്സിലാക്കുക. തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഒരു വിനോദസഞ്ചാരി എന്ന ഒരു ലേബലിൽ എത്തുകയും വീഡിയോ ചിത്രീകരിക്കുകയും അതെല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇനി ഈ ചാരപ്പണി എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം. 2023 നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഒരു വീഡിയോ വ്ളോഗറാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാരിയാണ് ഇവർ. ഇപ്പോൾ അവർക്ക് ഏതാണ്ട് 3 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ്, അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ 13 ലക്ഷത്തോളം ഫോളോവേഴ്സും ഒക്കെ ഉണ്ട്, എന്തുമായിക്കോട്ടെ. അപ്പോൾ ഇവർ 2023 പാക് ഹൈക്കമ്മീഷനിലുള്ള ഒരു ഇഹ്സാനുർ റഹീം, അയാളെ ഡാനിഷ് എന്നാണ് അറിയപ്പെടുക, ഇയാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു 2023. അല്ലെങ്കിൽ ഡാനിഷ് ഇവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചെന്നും കരുതാം. ഈ ബന്ധത്തിലൂടെ ഇവർ പരസ്പരം ചങ്ങാത്തത്തിലാകുന്നു, പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഈ ഡാനിഷ് 2023 ഇവർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു. പാകിസ്ഥാൻ വിസ അടക്കമുള്ള കാര്യങ്ങൾ ഡാനിഷാണ് സജ്ജമാക്കി കൊടുക്കുന്നത്. ലാഹോറിലുള്ള താമസ സൗകര്യവും ഈ ഡാനിഷാണ് റെഡിയാക്കി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഇയാൾ ഒരു കാര്യം കൂടി ചെയ്തു കൊടുത്തു. ISIയുടെ പ്രതിനിധിയായ അലി അഹ്സാൻ എന്ന് പറയുന്നയാളെയും ഇവരെയായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ അലി അഹ്സാൻ മറ്റ് 2 പേരെ കൂടി ജ്യോതി മൽഹോത്രയ്ക്ക് പരിചയപ്പെടുത്തി. അത് ഒരാളുടെ പേര് ഷാക്കീർ എന്നാണ്, ഒരാളുടെ പേര് റാണ ഷഹ്ബാസ് എന്നാണ്. ഈ ഷാക്കീറിൻ്റെയും റാണ ഷഹ്ബാസിൻ്റെയും ഒപ്പം ജ്യോതി മൽഹോത്ര ബാലിയിലൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ ഷാക്കീർ എന്ന ഈ ISI ഏജൻറ്റിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് സ്വന്തം ഫോണിൽ ജാട്ട് റൻദമ എന്ന പേരിൽ, മറ്റൊരു പേരിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ പറയുന്ന ആൾക്കാരൊക്കെയുമായി ജ്യോതി മൽഹോത്ര നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു, ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. അതിനെല്ലാം വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, ടെലഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ ആദ്യഘട്ടത്തിലെല്ലാം
തൻ്റെ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാര്യം അവർ വീഡിയോ വ്ളോഗറാണ്. അവർ അതിൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകാം, വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ സ്വീകരിച്ചത്. കാരണം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് ഇവർ കശ്മീർ സന്ദർശിച്ചതായിട്ട് തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് 7-ാം തീയതിയാണ്, കഴിഞ്ഞ 7-ാം തീയതി. കൃത്യം 6-ാം തീയതി, അതിനൊരു ദിവസം മുൻപ് ഈ ജ്യോതി മൽഹോത്ര നേരത്തെ പറഞ്ഞ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി കാണുകയും അവർ സംഭാഷണം നടത്തുകയും തെളിഞ്ഞത്. അതിനുവേണ്ടി അവർ ഡൽഹിയിൽ എത്തിയതായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഈ ഡാനിഷ് എന്ന് പറയുന്നയാൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പിന്നീട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയച്ചു, ഇവിടുന്ന് പുറന്തള്ളിയ ആൾ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഒരു ക്രൈം നടക്കുമ്പോൾ കണ്ണികൾ ചേർത്ത് വെക്കുമ്പോൾ അത് പരസ്പരം ഇണങ്ങണമല്ലോ. ഈ കൃത്യമായി ജ്യോതി മൽഹോത്രയുടെ ഓരോ നടപടികളും ഇന്ത്യയിൽ നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീയതിയും സ്ഥലവും എല്ലാം ഒത്തുവെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നാറുന്നുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജ്യോതി മൽഹോത്രയെ പിടികൂടിയത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ജ്യോതി മൽഹോത്ര ഇതിൽ ഒറ്റയ്ക്കല്ല. ഇതിനോടകം തന്നെ 12ഓളം പേർ ഈ സമാനമായ സാഹചര്യത്തിൽ, അതിൽ ഒരാൾ ഒരു അമ്രാൻ, എൻ്റെ പേര് കൃത്യമായി ഓർക്കുന്നില്ല, അമ്രാൻ എന്നാണ് മനസ്സിലാക്കുക. ഇയാൾ ഒരു തൊഴിൽ അന്വേഷണം എന്ന പേരിലാണ് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പിന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ എക്സ്പോയിൽ അടക്കം പങ്കെടുത്ത അവിടുത്തെ ചിത്രങ്ങളടക്കം പാകിസ്ഥാന് വിറ്റു എന്ന തരത്തിലുള്ള തെളിവുകളും അത്തരത്തിലുള്ളൊരു ദുഃഖകരമായ യാഥാർത്ഥ്യവും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പെട്ടെന്ന് മുളച്ചു വരുന്ന യൂട്യൂബർമാർ കണ്ണടച്ച് തുറക്കുമ്പോൾ ഇവരൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനക്കാരാകുന്നു, കോടികളുടെ കാറുകൾ വാങ്ങുന്നു, കോടികളുടെ വീടുകൾ വയ്ക്കുന്നു. നമ്മളൊക്കെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും നമ്മുടെ ഒന്നും ദുരിതം ഒരിക്കലും മാറില്ല. പക്ഷെ ഇവരൊക്കെ പെട്ടെന്ന് തന്നെ പണക്കാരാകുന്നു. ഇവരുടെ സോഴ്സുകൾ എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. ഇവര് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നു. ഇതിനുള്ള പണം എവിടെ നിന്നാണ്, ഇതാരാണ് സ്പോൺസർ ചെയ്യുന്നത്, ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. നമ്മൾ കാണുമ്പോൾ ഇവരുടെ കണ്ടന്റുകളെല്ലാം പിന്നെ എന്താ, ഈ വീട്ടിലെ പിന്നെ ആഹാരം വെക്കുന്നത്, കഞ്ഞി വെക്കുന്നത്, രാവിലെ എണീക്കുന്നത്, പ്രസവം, ഇതൊക്കെ വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷെ ഇവരുടെ യാത്രകളൊക്കെ പലപ്പോഴും ഇന്ത്യക്ക് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിൽ അവിടെ നിന്നുള്ള ചിത്രങ്ങൾ എടുക്കുന്നു, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയി നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നു. ഇതൊക്കെ യൂട്യൂബിലിട്ട് ഇവർ മറ്റാർക്കെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ രാജ്യത്തെ വിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായി ഇപ്പോഴത്തെ ഈ 12 പേരിൽ നിന്ന്, പ്രത്യേകിച്ച് ജ്യോതി മൽഹോത്രയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരക്കാരെ കൂടെ നിരീക്ഷിക്കണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഈ യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനത്തിന് കൃത്യമായി കണക്കുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. കാര്യം അത് മോണിറ്റൈസ് ചെയ്യുമ്പോൾ അത്തരം രേഖകൾ നമ്മൾ സമർപ്പിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ കൃത്യമായി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് രേഖകളുണ്ട്, തെളിവുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇതിനുപരിയായി ഇവർ ഈ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യും. ഒരു സ്ഥലം സന്ദർശിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് ഇത്ര രൂപ, പലർക്കും പല ഫീസാണ്, ലക്ഷങ്ങളാണ് പലരും വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ സാധ്യതകളുമുണ്ട്. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത് ഈ പ്രതിഭാ ദാരിദ്ര്യമുള്ളവർ മറ്റുള്ളവരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ പോലും മുതലെടുക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള പണത്തിൻ്റെ സാന്നിധ്യം ഇതിലെല്ലാത്തിലും കോമൺ ഫാക്ടറാണ്. ഈ ജ്യോതി മൽഹോത്രയുടെ കാര്യം പരിശോധിച്ചാലും ശരി, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാരണ യൂട്യൂബറിൻ്റെ വളർച്ചയുടെ കാര്യം പരിശോധിച്ചാലും ശരി, പണം ഒരു മുഖ്യ ഘടകമാണ്. ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? അത് ഇന്ത്യക്ക് പുറത്തു നിന്നാണോ, അത് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയാണോ എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലെ മൊത്തം, ഞാൻ പറയുന്നത് കേരളം അടക്കമുള്ള യൂട്യൂബർമാരുടെ ഒക്കെ പിന്നെ ഈ പണത്തിൻ്റെ സോഴ്സ്, പശ്ചാത്തലം, ഇതൊക്കെ അന്വേഷിക്കണം. ഈ യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനമല്ല, മറ്റ് വരുമാനങ്ങൾ ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? കൊടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടക്കുന്നവർ പിന്നീട് കാണുന്നത് 1 കോടിയുടെ 2 കോടിയുടെ വീട് വയ്ക്കുന്നു, വാഹനങ്ങൾ വാങ്ങുന്നു. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ച, വരുമാനമൊക്കെ ഇവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലർ പറയും ഇതിൽ അസൂയമൊത്ത് പറയുന്നതാണെന്ന്. അല്ല, നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ വിറ്റ് പണം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ജ്യോതി മൽഹോത്ര കൊച്ചിയിൽ വന്ന ദൃശ്യങ്ങൾ പകർത്തിയ കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ എത്ര യൂട്യൂബർമാർ എത്ര കാര്യങ്ങൾ പകർത്തി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ താജ്മഹലൊക്കെ സന്ദർശിക്കാൻ പോകുന്നവർ അവിടത്തെ ഒക്കെ ചിത്രങ്ങൾ എടുത്തിടുന്നുണ്ട്. ഡൽഹി സന്ദർശിക്കാൻ പോകുന്നവർ അവിടുത്തെ ചിത്രങ്ങൾ എടുത്തിടുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഈ സുരക്ഷാ ഉള്ളതായിരിക്കും. അപ്പൊ ഇതിപ്പോ ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ ഭയമാണ്. ഇവരൊക്കെ യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ ചെയ്തതാണോ അതോ മറ്റു പലതിനും ചെയ്തതാണോ എന്നൊക്കെയുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സ്നേഹിക്കുന്ന പലർക്കും ഉണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇത് അന്വേഷിക്കുന്ന ഏജൻസികൾ ഇത്തരം
യൂട്യൂബർമാരുടെ പെട്ടെന്ന് പണക്കാരായ പെട്ടെന്ന് വരുമാനം വന്ന യൂട്യൂബർമാരുടെയൊക്കെ സോഴ്സുകൾ പരിശോധിക്കുക എന്നുള്ളതൊരു അത്യാവശ്യ ഘടകമാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യാം. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ യാദൃശ്ചികവശാൽ ഇത്തരം യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർ ഇനിയെങ്കിലും ഇക്കാര്യങ്ങളൊന്ന് പരിശോധിക്കണം. കാര്യം അത് രാജ്യത്തെ സുരക്ഷയെ ബാധിക്കുന്നതാണോ എന്നുള്ള കാര്യം കൂടി നോക്കിയിട്ട് വേണം ഓരോ വീഡിയോകളും ചിത്രീകരിക്കാനും അതൊക്കെ പ്രദർശിപ്പിക്കാൻ.